LCS 226 ഡാറ്റാ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റയിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഡാറ്റ ആയിരുന്നു മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ബേസിക് മെത്തേഡ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് നോക്കാം. ബേസിക്സ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്, ഇവിടുന്ന് കോമൺ മിസ്കൺസെപ്ഷൻസ് ഓഫ് ഡാറ്റ അനാലിസിസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡാറ്റ സയൻസ് ലൈഫ് സൈക്കിൾ, ഇതൊക്കെ നമുക്ക് ഇനി ഈ മൊഡ്യൂളിൽ ബാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക്സ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ അനാലിസിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമുക്കൊരു ഹെട്രോജീനിയസ് സൈസസ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന്, അതായത് സെവറൽ ഡാറ്റ സോഴ്സിൽ നിന്ന് നമുക്ക് ഡാറ്റ ആദ്യം കളക്ട് ചെയ്യാം. ഈ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഡാറ്റേനെ നമ്മൾ ക്ലീൻ ചെയ്ത് എറർ, ഡ്യൂപ്ലിക്കേഷൻസ് ഇതൊക്കെ ചെയ്ത്, അതായത് ഇതൊക്കെ തന്നെയാണ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലീനിങ് ഓഫ് എറേഴ്സ്, ഡ്യൂപ്ലിക്കേഷൻ, അഗ്രിഗേറ്റഡ് ആൻഡ് ദെൻ പ്രസന്റഡ് ഇൻ എ ഫോം ദാറ്റ് ക്യാൻ ബി അനലൈസ്ഡ് ബൈ വേരിയസ് മെത്തേഡ്സ്. നമുക്ക് കിട്ടുന്ന ഈ ഡാറ്റേനെ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യണം. അതായത് നമുക്കൊരു മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായിരിക്കാം, അതിൽ ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ എറർ ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാവുന്ന നല്ലൊരു ഫോമിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് വേണം നമുക്ക് അനലൈസിങ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ സം ബേസിക് മെത്തേഡ്സ് ഓഫ് അനലൈസിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻഫറൻഷ്യൽ ഡാറ്റ അനാലിസിസ്, ലാസ്റ്റ് വൺ പ്രെഡിക്റ്റീവ് ഡാറ്റ അനാലിസിസ്. അങ്ങനെ ഒരു സെക്ഷനും കൂടി ഉണ്ട്, പ്രെഡിക്റ്റീവ് ഡാറ്റ അനാലിസിസ്. സോ മെയിൻ ഇതാണ് പ്രെഡിക്റ്റീവ്. കുറച്ചും കൂടി ഡാറ്റ സയൻസിന്റെ ലാസ്റ്റ് നമ്മൾ പറയാറില്ലേ കൺക്ലൂഷനിലോട്ട് എത്തണം, ആ സെക്ഷനാണ് പ്രെഡിക്റ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമുക്കിതിൽ ഓരോ അനാലിസിസും നമുക്ക് എടുത്ത് ഒന്ന് കുറച്ചതായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഈസ് യൂസ്ഡ് ടു പ്രസന്റ് ബേസിക് സമ്മറീസ് അബൌട്ട് ഡാറ്റ. അതായത് നമ്മൾ ഇതില് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കിട്ടുന്ന ഡാറ്റയുടെ സമ്മറീസ് മാത്രമായിരിക്കും നമ്മൾ ഇതിൽ കാര്യമായിട്ട് പറയാം. അതായത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് ഉണ്ടാവും, കുറച്ച് ഗ്രാഫുകൾ, ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ പറയുന്നത്. നമ്മൾ മുമ്പ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് ടേംസ് നിങ്ങൾ കേട്ട് പരിചയമുള്ള എപ്പോഴും കേട്ടിട്ടുണ്ടാവുന്ന വേർഡ്സ് ആയിരിക്കും ഇതിൽ വരുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റാറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന വേർഡ്സ് ആയിരിക്കും നമുക്ക് ഇതിൽ കേൾക്കാം. സോ ഇത് നമ്മളൊരു എക്സാമ്പിളിലൂടെയാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, സാമ്പിൾ ഹൈറ്റ് ഡാറ്റ, എൻറോൾമെന്റ് നമ്പറും ജെൻഡർ, ഹൈറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതില് ജെൻഡർ മെയിൽ, ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് ഹൈറ്റ് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിന്ന് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ നോക്കാൻ പോവാണ്, ഡിസ്ക്രിപ്റ്റീവ് സമ്മറി. ഫസ്റ്റ് നമ്മൾ കാറ്റഗറിക്കൽ ഡാറ്റയുടെയാണ് നമ്മൾ നോക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ഓഫ് കാറ്റഗറിക്കൽ ഡാറ്റ. ഇതിൽ കാറ്റഗറിക്കൽ ഡാറ്റ ഉണ്ട് അല്ലെ. നമ്മുടെ ഹൈറ്റ്, നമ്മൾ ഹൈറ്റ് ആൻഡ് ജെൻഡർ എന്നാണ് നമ്മുടെ അതാണ് ഡാറ്റയാണ് അവിടെ തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ജെൻഡർ എന്ന് പറയുന്നത് കാറ്റഗറിക്കൽ ഡാറ്റയാണ്. കാരണം എന്താണ്, മെയിലും ഫീമെയിലും മാത്രമേ ഉള്ളൂ, 2 കാറ്റഗറീസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഈ കാറ്റഗറിക്കൽ ഡാറ്റയെ നമ്മൾ എങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ചെയ്യാന്ന് വെച്ചാല്, കാറ്റഗറിക്കൽ ഡാറ്റ നമുക്ക് ഫ്രീക്വൻസി ടേബിൾ ആണ് ഉണ്ടാക്കാൻ പറ്റും. കാറ്റഗറിക്കൽ ഡാറ്റയുടെ ഫ്രീക്വൻസി ടേബിൾ, അതായത് ഇപ്പോൾ അതിൽ എത്ര ഫീമെയിൽ ഉണ്ട്, എത്ര മെയിൽ ഉണ്ട്, ഈ ഒരു ഫ്രീക്വൻസി മാത്രമായിരിക്കും നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. അല്ലാതെ വേറെ കൂടുതൽ എക്സ്ട്രാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രീക്വൻസി കാണാം, അതിന്റെ പ്രൊപ്പോർഷൻസ് കാണാം, അതിന്റെ പെർസെൻറ്റേജ് ഇത്ര നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് കാറ്റഗറിക്കൽ ഡാറ്റയുടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. അതിപ്പോ അതിൽ ആകെ 10 ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. ആ 10 ഒബ്സർവേഷൻസിൽ 5 ഫീമെയിലും 5 മെയിലും ആയിരുന്നു. അപ്പോൾ ഓഫ്കോഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 0.5 അല്ലെ, ഹാഫ് അല്ലെ, രണ്ടും ഈക്വൽ ആണ്, ഹാഫ് ആണ് പെർസെൻറ്റേജ്, 50%, നമുക്കറിയാവുന്ന കാര്യം. ആൻഡ് എക്സ്ട്രാ ഇതിൽ ചെയ്യുന്നത് ഒരു ഗ്രാഫ്, മീൻസ് ഗ്രാഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന പൈ ചാർട്ട് അല്ലെങ്കിൽ ബാർ ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡാറ്റേനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതായത് മെയിൽ, ഇവിടെ ഫീമെയിൽ, ഇതിവിടെ പൈ ചാർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രാഫും കാറ്റഗറിക്കൽ വാരിയബിൾസിന്റെ ഒരു ഗ്രാഫും ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഒരു ടേബിളുമാണ് നമുക്ക് മെയിൻ ആയിട്ട് കാറ്റഗറിക്കൽ ഡാറ്റയുടെ യൂസ് ചെയ്യാവുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആകുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ, സമ്മറി കാണാൻ, ഡാറ്റ സമ്മറി കാണാൻ നമുക്കുള്ള ടേംസ് ആണ് മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്, പണ്ട് ഇങ്ങോട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എളുപ്പമായിട്ട് കിട്ടും അല്ലെ. മീനും മീഡിയനും മോഡൊക്കെ അതെങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് അതിന് പറയുന്നതിന് നമുക്ക് ആദ്യം നോക്കുന്നത് ഡിസ്ക്രൈബിംഗ് ദ സെൻട്രൽ ടെൻഡൻസി ഓഫ് ദി ഡാറ്റയും ഡിസ്ക്രൈബിംഗ് ദ സ്പ്രെഡ് ഓഫ് ദി ഡാറ്റയും ഉണ്ടായിരിക്കും. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റേനെ നമുക്ക് സെൻട്രൽ ടെൻഡൻസി ഓഫ് ദി ഡാറ്റയും സ്പ്രെഡ് ഓഫ് ദി ഡാറ്റയായിട്ട് രണ്ടായിട്ട് നമുക്ക് സമ്മറീസ് കിട്ടും.
ഇത് എങ്ങനെയാ പറയാമെന്ന് വെച്ചാൽ സെൻട്രൽ ടെൻഡൻസി ഡാറ്റേനെ ഇപ്പൊ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ കുറെ ഡാറ്റ, ഈ ഡാറ്റേനെ നമുക്ക് ഇത്രയും ഡാറ്റകൾ ഉള്ളതിന് ഒറ്റ സിംഗിൾ വാല്യൂ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയാണ്. അപ്പൊ അങ്ങനെ ഒരു സിംഗിൾ വാല്യൂ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇപ്പൊ ഇവിടെയാണ്, ഇതാണ് വിചാരിക്കാം. ഇപ്പൊ ഇതില് ഈ ഡാറ്റയിൽ ഇത് കുറെ ഡാറ്റ ഉണ്ട് വിചാരിക്കും. ഈ ഡാറ്റയിൽ നമ്മൾ ഒരു സിംഗിൾ വാല്യൂ ഉണ്ട്, ഇപ്പൊ ഞാൻ ഒരു വാല്യൂ ഉണ്ട് ഈ ഡാറ്റനെ ഫുൾ റെപ്രസെന്റ് ചെയ്യാൻ എനിക്ക് പറ്റുകയെന്ന് വെച്ചാൽ ആ സിംഗിൾ വാല്യൂ ഞാൻ എടുക്കുന്നത് അധികം എന്തായിരിക്കും, സെൻട്രൽ വാല്യൂ ആയിരിക്കും അല്ലെ. ഈ ഒരു സെൻട്രൽ വാല്യൂ ആയിരിക്കും ഞാൻ എടുക്കുക. അപ്പൊ ഈ സെൻട്രൽ വാല്യൂ വെച്ചിട്ട് എനിക്ക് ഈ ഡാറ്റ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസീസ് ഓഫ് ദി ഡാറ്റ എന്ന് പറയുന്നത്, സെൻട്രൽ ടെൻഡൻസി മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് മീനും മീഡിയനും മോഡൊക്കെ. സെൻട്രൽ ടെൻഡൻസി ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ പറഞ്ഞാൽ നമ്മൾ ഈ സെൻട്രൽ വാല്യൂ വെച്ചിട്ട് ഈ ഡാറ്റ സെറ്റിനെ നമുക്ക് സമ്മറി ചെയ്യാം. നമുക്കതിനെ കാണിക്കാൻ ഈ സെൻട്രൽ വാല്യൂ മതി. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് മീനും മീഡിയൻ ഒക്കെ. ഇനി ഡിസ്പേർഷൻ, സ്പ്രെഡ് ഓഫ് ദി ഡാറ്റ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്പേർഷൻ മെഷർമെന്റ്, ഡിസ്പേർഷൻ എന്നും പറയാം. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ വാല്യൂവിൽ നിന്ന് നമ്മൾ ഈ ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, എത്രത്തോളം ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ സെൻട്രൽ വാല്യൂന്ന്, എത്രത്തോളം ഡാറ്റ സ്പ്രെഡ് ആണ് എന്ന് മെഷർ ചെയ്യുന്നതാണ് ഡിസ്ക്രൈബിംഗ് ദി സ്പ്രെഡ് ഓഫ് ദി ഡാറ്റ എന്നുള്ള പോയിന്റ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഡിസ്പേർഷൻ അതായത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം ഉണ്ട് ഈ സെൻട്രൽ വാല്യൂ എന്നാണ് നമ്മൾ സെക്കൻഡ് പോയിന്റ് ഡിസ്ക്രൈബിംഗ് ദി സ്പ്രെഡ് ഓഫ് ദി ഡാറ്റ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് നമ്മൾ മീൻ ഡീവിയേഷൻ, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അവിടെ പഠിക്കാം. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മീൻ ആണ് ഇനി മെയിൻ ആയിട്ട് പറയുന്നത്. ടു ബേസിക് മെഷർ, മീനും മീഡിയനും ആണ് ടു ബേസിക് മെഷേഴ്സ് that define the center of the data എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ മതി ഈ ഡാറ്റയെ നമുക്ക് മെഷർ ചെയ്യാം, സെൻട്രൽ വാല്യൂ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് മീനും മീഡിയനും യൂസ് ചെയ്തിട്ടാണ്. ഇനി അത് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണ്. അപ്പൊ മീനും മീഡിയനും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, അത് നമ്മളൊന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണ് എന്നാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫൈൻഡ് ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. നമുക്ക് ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ട്. ഇത് ശരിക്കും സിമ്പിൾ ഡാറ്റ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾ ഡാറ്റയാണ്. നമുക്ക് ഡാറ്റ തന്നെ പലതരത്തിലുണ്ട്. അപ്പൊ പലതരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്. ഇത് ഇപ്പൊ ക്ലാസ് ആയിട്ടൊക്കെ ഫോം വരും. കണ്ടിന്യൂസ് ഡാറ്റ ആണെങ്കിൽ അതിന് വേറെ ഫോർമാറ്റ് ഉണ്ട്, ഫ്രീക്വൻസി ആയിട്ട് വേറെ വരുമ്പോൾ അതിന് വേറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മീൻ എന്ന ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഡാറ്റയുടെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ അരിത്തമെറ്റിക് മീൻ, ആവറേജ് എന്നൊക്കെ പറയുന്ന വേർഡാണ് നമ്മൾ ഇവിടെ. അത് ഇക്വേഷൻ തന്നെയാണ് സമ്മേഷൻ എക്സ് ബൈ എൻ, എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. സോ ഈ ഡാറ്റ എക്സിന് നമ്മൾ ആഡ് ചെയ്യുന്നു, എത്ര നമ്പർ ഓഫ് സം ഓഫ് ദി ഡാറ്റ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇപ്പൊ ഇവിടെ ഇത് ഡാറ്റ ഫുൾ ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 11 ആണ്. അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടുന്നത്, മീനിനെ നമ്മൾ പറഞ്ഞു എക്സ് ബാർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, സാമ്പിൾ മീൻ. ഓക്കെ, 13.82 നമുക്ക് കിട്ടി. ഇത് മീൻ, സാധാ മീൻ കാണുന്നു. അപ്പൊ ഈ ഡാറ്റനെ നമുക്ക് 13.82 കൊണ്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സൂക്ഷിച്ച് ഇതിനൊന്ന് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു അത് അടുത്ത മീഡിയൻ പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഡാറ്റ സെറ്റിനൊന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മിഡിലിൽ എൻ്റെ അടുത്തായിട്ട് നമുക്ക് ഒരു സെൻട്രൽ വാല്യൂ ആയിട്ട് നമുക്ക് ഈ കിട്ടിയ വാല്യൂവിനെ നമുക്ക് കിട്ടും. അതാണ് മീൻ സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ആണെന്ന് പറഞ്ഞത്. ഇനി അടുത്തത് ഇതേ ഡാറ്റയുടെ തന്നെ മീഡിയൻ കാണുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദ മീഡിയൻ ഓഫ് ദി ഡാറ്റ വുഡ് ബി ദ മിഡ് വാല്യൂ ഓഫ് ദി സോർട്ടഡ് ഡാറ്റ. സോർട്ടഡ് ഡാറ്റയുടെ മിഡ് വാല്യൂ ആയിരിക്കണം മീഡിയൻ എന്ന് പറയുന്നത്. സോർട്ടഡ് ഡാറ്റ അത് ഒന്നല്ലെങ്കിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ഡാറ്റയെ സോർട്ട് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് അതിന്റെ മിഡ് വാല്യൂ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ മിഡ് വാല്യൂ കാണുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് മീഡിയൻ വാല്യൂന്റെ 50% നമ്മുടെ ഡാറ്റ സെറ്റിന്റെ 50% അബോവ്, 50% ബിലോ. മീഡിയൻ കഴിഞ്ഞിട്ടും മീഡിയന്റെ മുമ്പും, അങ്ങനെ നമ്മൾ മിഡിൽ പാർട്ടീഷൻ ചെയ്യുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത് അല്ലെ. സോ അതാണ് മീഡിയൻ. മീഡിയൻ കാണാൻ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ മീഡിയൻ കാണാൻ രണ്ട് ഇക്വേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ ഈസ് ഈവൻ നമ്പർ ആണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈവൻ നമ്പർ ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് n by 2th പൊസിഷൻ പ്ലസ് വാല്യൂ ഓഫ് n by 2 പ്ലസ് 1th പൊസിഷൻ ബൈ 2 ആയിരിക്കണം. അതായത് നമ്മളുടെ n by 2th പൊസിഷനാണ് ആ വാല്യൂ
പൊസിഷൻ നമ്മൾ ആദ്യം കാണണം. ഇപ്പൊ ആകെ n ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ആ n ഈവൻ ആണെങ്കിൽ അതിന്റെ n/2th പൊസിഷനിലെ വാല്യൂന്റെയും n/2+1th പൊസിഷനിലെ വാല്യൂന്റെയും ആവറേജ് ദാറ്റ്സ് ബൈ 2 ആണ് നമ്മളിവിടെ മീഡിയൻ ആയിട്ട് കാണാം. ഇനി n ഓഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? n+1/2th പൊസിഷൻ അതിന്റെ വാല്യൂ ആയിരിക്കും എടുക്കുക. n+1/2th പൊസിഷന്റെ വാല്യൂ ആയിരിക്കും. അതായത് ഇത് മനസ്സിലാക്കാൻ ഇതായിട്ടൊന്നുമില്ല, കൺഫ്യൂഷനിങ് ഒന്നുമില്ല. ഇവിടെ n ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്കറിയാലോ, ഇപ്പൊ 10 വാല്യൂസ് ആണ്. 10 വാല്യൂസ് ആണെങ്കിൽ മിഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 5ഉം 6ഉം വരാം അല്ലെ, 5, 6. അപ്പൊ 5ാമത്തെ 6ാമത്തെ പൊസിഷന്റെ വാല്യൂസിന്റെ ആവറേജ് ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. n ഓഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് അതിന് ഈവൻ നമ്പർ ആക്കുക, +1 ചെയ്തിട്ട് അതിന്റെ ഇത് നമ്പർ മിഡിൽ വാല്യൂ കണ്ടാൽ മതി. ഓക്കെ, ഇപ്പൊ ഈ എക്സാമ്പിളിൽ സോർട്ടഡ് ഡാറ്റ നമുക്ക് പറയുമ്പോൾ ആകെ 11 ഇതാണ്. സോർട്ട് ചെയ്യണം ഡാറ്റ, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോർട്ടഡ് ഡാറ്റ ആയിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്പർ കൊടുക്കുമ്പോൾ നോക്കൂ, ഇതിൽ 11 നമ്പേഴ്സ് ആണ്. സോ n+1 ഈവൻ ഓഡ് നമ്പർ ആയതുകൊണ്ട് n+1, 11+1 12 വന്ന് 12/2 6 വരും അല്ലെ. അപ്പൊ 12/2 6th പൊസിഷനിലെ വാല്യൂ ഏതാണ്? 6th പൊസിഷനിലെ വാല്യൂ ഏതാണ്? ഇതാണ് അല്ലെ. 6th പൊസിഷൻ ഇതാണ്. 6th പൊസിഷനിലെ വാല്യൂ 14 ആണ്. അങ്ങനെ ഇവിടെ മീഡിയൻ കിട്ടി. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മീൻ എന്ന് പറയുമ്പോഴും 13 പോയിന്റ് വന്നു. അത് ഈ ഇടയിൽ തന്നെയല്ലേ വരുന്നത്. സോ അതാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് എപ്പോഴും ആ ഡാറ്റ സെറ്റിന് മിഡ് വാല്യൂസ് ആയിരിക്കാം, ഏകദേശം അടുത്തടുത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് മീഡിയൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മള് ഓക്കെ, ഇനി ഔട്ട്ലയേഴ്സിനെ പറ്റിയിട്ടാണ്. അതെന്തായെന്ന് വെച്ചാല് ഞാനിപ്പോ ഇവിടെ ഔട്ട്ലയേഴ്സ് എടുക്കാം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഡാറ്റ സെറ്റ് കാണിച്ചില്ലായിരുന്നോ? ഈ ഡാറ്റ സെറ്റിന്റെ ഇതിലിപ്പോ ഞാനൊരു വാല്യൂ, ഇത് ഈ റെപ്രസെന്റ് ചെയ്യണേലും ഒരു വാല്യൂ കുറച്ച് ഇവിടെ ആയിട്ട് കിടക്കുക വിചാരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് മാറി കിടക്കുക. അതായത് ഈ ഡാറ്റ സെറ്റിൽ നിന്ന് കുറച്ച് നീങ്ങി കിടക്കുന്ന ഡാറ്റയും ചിലപ്പോൾ ഉണ്ടാവും. അതിനെ നമ്മൾ ഔട്ട്ലയേഴ്സ് എന്ന് പറയാം. ഡാറ്റ സെറ്റിൽ നിന്ന് കോമൺ ആയിട്ട് എല്ലാ ഡാറ്റയും ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ചില വാല്യൂസ് മാത്രം ഒന്ന് ഡിസ്റ്റൻസ് കൂടുതൽ സ്പ്രെഡ് ചെയ്തിട്ട് പോവുക. അങ്ങനെ വരുന്നതാണ് ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഔട്ട്ലയേഴ്സിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ മീനും മീഡിയനിലും അത് ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. മീനിൽ ഡിഫറൻസ് ഉണ്ടാക്കും, മീഡിയനിൽ ഉണ്ടാക്കില്ല. ഓക്കെ, മീനിൽ ഡിഫറൻസ് ഉണ്ടാക്കും, മീനിൽ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും, മീഡിയനിൽ കഴിയില്ല. ഓക്കെ, അതെങ്ങനെ? ഔട്ട്ലയേഴ്സിന് മീനിൽ ഇമ്പാക്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ നമ്മളുടെ ഈ വാല്യൂ ഇല്ലേ, നമ്മുടെ ഈ ഡാറ്റ സെറ്റിലെ നമ്മൾ ഈ 11th വാല്യൂ ആയി 25നെ നമ്മൾ മാറ്റിയിട്ട് 25ന് നമ്മൾ പകരം 100 കൊടുക്കാൻ. 25നെ നമ്മൾ 100 ആക്കി. അപ്പൊ അതായത് ആ ഒരു ഫോർമാറ്റിൽ നിന്ന് ഡാറ്റ വളരെ സ്പ്രെഡ് ആയി അങ്ങ് ദൂരോട്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു 100 കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മീഡിയന് ചേഞ്ച് വരും? ഇല്ല. മീഡിയൻ നമ്മൾ പൊസിഷനിലാണ് നോക്കുന്നത്. 100 അത് വളരെ വലിയ വാല്യൂ ആയതുകൊണ്ട് 100 ഔട്ട്ലയേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് പൊസിഷനിൽ ഏറ്റവും വലുതായിരിക്കും. സോർട്ട് ചെയ്യുമ്പോൾ ചേഞ്ച് വരില്ല. സോ മിഡ് വാല്യൂ 11 പ്ലസ് പൊസിഷൻ കറക്റ്റ് ആയിരിക്കും. നമുക്ക് മീഡിയൻ 14 തന്നെ കിട്ടും. 6th വാല്യൂ വെച്ചിട്ട് നമുക്ക് 14 തന്നെ കിട്ടും. പക്ഷെ മീൻ അങ്ങനെ ആയിരിക്കും? മീൻ അങ്ങനെ ആവില്ല. മീൻ നമ്മൾ സമ്മേഷൻ സം ചെയ്യുന്നുണ്ട്, ആ എക്സിനല്ല. അപ്പൊ അതിൽ 100 ആഡ് ആവും. 100 ആഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ മീൻ 20.64 ആണ്. അത് വളരെ നമുക്ക് നേരത്തെ കിട്ടിയ മീനിനേക്കാൾ വളരെ ഡിഫറെന്റ്. അപ്പൊ അങ്ങനെ ഒരു ഔട്ട്ലയേഴ്സ് നമ്മുടെ ഡാറ്റ സെറ്റിൽ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് നമുക്ക് ചേഞ്ച് ആവും. അപ്പൊ നമുക്ക് നല്ലൊരു റെപ്രസെന്റേഷൻ ആവാനില്ല. ആ സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് കൊണ്ട് നമുക്കൊരു നല്ല റെപ്രസെന്റേഷൻ കൊടുക്കാൻ സാധിക്കില്ല. സോ ഔട്ട്ലയേഴ്സ് എപ്പോഴും ക്ലിയർ ചെയ്യണം. പ്രസൻസ് ഓഫ് ഔട്ട്ലയേഴ്സ് എപ്പോഴും ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഈ മീൻ മീഡിയൻ ഇത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വെച്ച് ഇതിന്റെ റിലേഷൻ കാണിച്ചിരിക്കുന്നതാണ്. ഇത് മീൻ മീഡിയൻ മോഡ്. ഇത് സിമ്മട്രിക് ആയിരിക്കുന്ന സമയത്താണ്. സിമ്മട്രിക് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും വരിക. മീൻ മീഡിയൻ മോഡ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും മീൻ മീഡിയൻ മോഡ്. ഇപ്പൊ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി കാണിക്കുന്നതാണ്. അതായത് ഇപ്പൊ ഇത് വാല്യൂസ് ആണെങ്കിൽ ഇത് എക്സ് ആക്സിസിൽ നമ്മുടെ വാല്യൂസ് ആണെങ്കിൽ വൈ ആക്സിസിൽ നമ്മുടെ അതായത് ഫ്രീക്വൻസി ആണെങ്കിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫ്രീക്വൻസി ആണെങ്കിൽ മോഡ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസി വാല്യൂ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് കർവിന്റെ പീക്കിലായിരിക്കും നമ്മുടെ മോഡ് വാല്യൂ ഉണ്ടായിരിക്കുക, കർവിന്റെ പീക്ക് വാല്യൂ. അപ്പൊ ഈ മോഡ് ഇവിടെ റെപ്രസെന്റ് ഈ കർവിനെ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈക്വൽ വാല്യൂസ് ആണ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിമ്മട്രിക് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ സിമ്മട്രിക് ആവുന്ന സമയത്ത് മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. ഇതാണ് അവിടെ പറയുന്നത്. ഇനി ഇതിലോട്ട് കിടക്കുമ്പോൾ ഇത് ലെഫ്റ്റ് സ്ക്യൂഡ് എന്ന് പറയും.
ലെഫ്റ്റ് സ്ക്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നതാണ് ശരിക്കും ഈ ടേമിന്റെ ഈ സെക്ഷനിൽ പറയാം നമുക്ക്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സിമെട്രി ആണ്. ലാക്ക് ഓഫ് സിമെട്രി, അതായത് ഇതാണെങ്കിൽ സിമെട്രിക് ആണ്. അപ്പൊ ലാക്ക് ഓഫ് സിമെട്രി വരുമ്പോഴാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഗ്രാഫ് പറയാം. ആക്ച്വലി ഇതില് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഞാനത് പറയാം. ആദ്യം ഞാൻ ഗ്രാഫ് വെച്ചിട്ട് പറയാം. ഈ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ മീൻ മീഡിയൻ മോഡിൽ ഈ മോഡ് ഹയസ്റ്റ് വാല്യൂ ആണ്. കണ്ടോ, മോഡ് ഹയസ്റ്റ് വാല്യൂ ആണ്. ഇവിടെ മോഡ് ഹയസ്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ നിങ്ങൾ റിയൽ ലൈനിലാണോ നോക്കുന്നത്, ഈ ആക്സിസ് ആണ് നോക്കുന്നത്, എക്സ് ആക്സിസിലാണ് മോഡ് ഹയസ്റ്റ് വാല്യൂ. അതാണ് പറയുന്നത്. ഇത് ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഇത് ഫ്രീക്വൻസി കർവാണ്. അപ്പൊ മോഡ് ഹയസ്റ്റ് വാല്യൂ, മോഡിനേക്കാൾ താഴെ ആയിരിക്കും മീനും മീഡിയനും ഉണ്ടാവുക. മോഡിനേക്കാൾ താഴെ ആയിരിക്കും മീനും മീഡിയനും ഉണ്ടാവുക. അങ്ങനെ, അതായത് ഈ നമ്മളിത് ഈ ഫ്രീക്വൻസി ടേബിൾ ചെയ്യുന്ന ഗ്രാഫ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡാറ്റ നമുക്ക് ഉണ്ടാവുക ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരും. ഒരു ടെയിൽ പോർഷൻ എന്ന് പറയാം. ലെഫ്റ്റിലോട്ട് ഒരു ടെയിൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ വരുന്നത്, ഏറ്റവും ഹയസ്റ്റ് ഏരിയ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ അതിനെ ലെഫ്റ്റ് സ്ക്യൂഡ് എന്നാണ് പറയാം. അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം നെഗറ്റീവ്ലി സ്ക്യൂഡ്. നമുക്കറിയാലോ, ഇങ്ങോട്ട് പോയ നെഗറ്റീവ്, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സിനാണ് നമുക്ക് ലെഫ്റ്റ് സ്ക്യൂഡ് എന്ന് പറയാം. അപ്പൊ ഈ സൈഡ് റൈറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ലെഫ്റ്റിലോട്ട് ടെയിൽ പോർഷൻസ് വരിക എന്ന് വെച്ചാൽ മോഡിനേക്കാൾ താഴെ, ഹയസ്റ്റ് ഫ്രീക്വൻസി ആയ മോഡിനേക്കാൾ താഴെയാണ് കൂടുതൽ വാല്യൂസ് വരുന്നത്. അവിടെയാണ് മീനും മീഡിയനും ഒക്കെ വരുന്നത് എന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് സ്ക്യൂഡ് എന്ന് പറയും. ഈ ലെഫ്റ്റ് സ്ക്യൂഡിൽ ഞാൻ പറഞ്ഞു ഇത് റിയൽ ലൈൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ്, മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡാണ്. ഓക്കെ, മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് എന്നാണ്. അപ്പൊ ഇവിടെ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുകയാണ്. മീൻ ഗ്രേറ്റർ ദാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, മീൻ ലെസ് ദാൻ ആണ്. ഓക്കെ, മീൻ ലെസ് ദാൻ ആണ്, ഇത് തെറ്റാണ് അല്ലെ. മീൻ ലെസ് ദാൻ ആണ്. നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മീൻ ലെസ് ദാൻ ആണ് അവിടെ കാണിക്കാൻ. അവിടെ ഇത് കാണിക്കാൻ നോട്ട് ചെയ്യണം. നമ്മുടെ ലെഫ്റ്റ് സ്ക്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ ഗ്രാഫ് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മീൻ ലെസ് ദാൻ മീഡിയൻ ആണ് വരിക. മീൻ ലെസ് ദാൻ മീഡിയൻ ആൻഡ് മോഡിനേക്കാൾ ചെറുതാണ്. അപ്പൊ ലെസ് ദാൻ മോഡ് അല്ലെ, മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ്, ഇതായിരിക്കും അവിടെ വരിക. ഓക്കെ, അത് മറക്കരുത്, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ശ്രദ്ധിക്കാം. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്തത് ഇതിന്റെ സെക്കൻഡ് ഇതില് ഞാനതിനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തു നോക്കാം. ഇതാണ് വരിക. ഓക്കെ, മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡാണ് വരിക. ഇനി അടുത്തത് അത് ആ ഗ്രാഫ് അവർക്ക് ഓർഡർ തെറ്റിപ്പോയതാണ്. ഇനി ഈ ഗ്രാഫ് നമുക്ക് തിരിച്ച് അടുത്ത ഇതിലോട്ട് നോക്കുമ്പോൾ, അതായത് പോസിറ്റീവ്ലി സ്ക്യൂനെസ് എന്താ വെച്ചാൽ റൈറ്റ് സൈഡ് സ്ക്യൂനെസ് വരുമ്പോൾ, ഇത് റൈറ്റ് സ്ക്യൂഡ് എന്നാണ് പറയുക. അതായത് മോഡിനേക്കാൾ വലുതായിരിക്കും മീഡിയനും മീനും. മോഡ് അതായത് ഡാറ്റ നമ്മളിങ്ങനെ നോക്കുമ്പോൾ മോഡ് വാല്യൂ കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ വാല്യൂസ് വരുന്നത്. മോഡ് കഴിഞ്ഞിട്ടായിരിക്കും മീനും മീഡിയനും ഒക്കെ വരുന്നത്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ റൈറ്റ് സ്ക്യൂഡ് എന്ന് പറയുക. അതായത് നമ്മുടെ ഗ്രാഫിൽ ഈ ടെയിൽ പോർഷൻസ് റൈറ്റിലോട്ട് കൂടുതലായിട്ട് കർവ് വരുന്നുണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ റൈറ്റ് സ്ക്യൂഡ് എന്ന് പറയുക, അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂനെസ് എന്ന് പറയുക. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മോഡ് എന്ന് പറയുന്നത് ചെറുതാണ് എന്തിനേക്കാൾ, മീഡിയനേക്കാളും മീനിനേക്കാളും. ആൻഡ് മീഡിയൻ ലെസ് ദാൻ മീൻ ആണ്. സോ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ആണ്. ഇത് ശ്രദ്ധിക്കുക, മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ആണ് റൈറ്റ് സ്ക്യൂനെസ്സിൽ. അല്ലെങ്കിൽ നമ്മളുടെ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇനി മോഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹയസ്റ്റ് മോസ്റ്റ് ഫ്രീക്വന്റ് വാല്യൂ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന വാല്യൂ ആണ്. നമ്മുടെ ഒബ്സർവേഷനിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന വാല്യൂ ആണ് മോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ എക്സാമ്പിൾ 2 ഓക്കെ, എക്സാമ്പിൾ 2 നമ്മൾ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് നോക്കുമ്പോൾ ഇത് ഫ്രീക്വൻസി ആണ് കേട്ടോ, തെറ്റരുത്, ഫ്രീക്വൻസി ആണ്. ഇത് ശരിക്കും ഈ ഡാറ്റയിൽ ഫോർ ഒരു പ്രാവശ്യമാണ് വരുന്നത് അല്ലെ, ഓരോ വാല്യൂം ഒരു പ്രാവശ്യമാണ് വരുന്നത്. 14 നോക്കി നോക്കൂ, 14 2 പ്രാവശ്യം വരുന്നത്. സോ ഇതിന്റെ ഫ്രീക്വൻസി ടേബിളിൽ ബാക്കി എല്ലാ വാല്യൂസും 1 ടൈംസ് വരും, 14 വരുന്നുണ്ടാവുക 2 ടൈംസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മോഡ് എന്ന് പറയുന്നത് 14 ആയിരിക്കും. ഓക്കെ, അതാണ് മോഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. Then the mode value need not be a mid value. Okay, നമ്മളിപ്പോൾ ഓൾറെഡി അത് ഗ്രാഫിൽ പറഞ്ഞു. മോഡ് വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മിഡ് വാല്യൂ ആയിരിക്കില്ല. നമ്മളിവിടെ കണ്ടില്ലേ നമ്മുടെ ഗ്രാഫിൽ,
ഈ ഗ്രാഫിൽ നോക്കും, മോഡ് വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും മിഡ് വാല്യൂ അല്ല, ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ് വരുന്നുള്ളൂ, അല്ലാതെ അത് മിഡ് വാല്യൂ അല്ല. ആൻഡ് അതിന് നമുക്ക് നമ്മളുടെ സെൻട്രൽ മെഷേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ശരിക്ക് സെൻട്രൽ അത് അടുത്തടുത്ത് വരും എന്നാണ് പറയുന്നത്. ദാറ്റ്സ് നോട്ട് എക്സാക്ട് സെൻട്രൽ എന്ന് പറയുന്നത്. സോ അത് ഒരിക്കലും മിഡ് വാല്യൂവിനായിട്ടല്ല അത് പറയുന്നത്. ആൻഡ് അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി എവിടെയാണ് ഒക്കർ ചെയ്യുന്നത് അത് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഗ്രാഫിൽ ഹയസ്റ്റ് പീക്ക് വരുന്നതാണ് നമ്മുടെ മോഡ് വാല്യൂ. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഡാറ്റ എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്പ്രെഡ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അതിന്റെ കുറെ മെഷേഴ്സ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ സെൻട്രൽ ടെൻഡൻസി കഴിഞ്ഞു, ഇനി ഡിസ്പേർഷൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിൽ ഡാറ്റ എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നോക്കുന്നതിലുള്ള ഫസ്റ്റ് വൺ ആണ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വാല്യൂന്റെയും മാക്സിമം വാല്യൂന്റെയും ഡിഫറൻസ് ആണ് നമ്മൾ റേഞ്ച് ആയിട്ട് പറയാം. അതായത് ഇപ്പൊ ഇവിടെ 4ഉം 25, എക്സാമ്പിൾ 2 നമ്മുടെ മിനിമം വാല്യൂ ആ ടേബിൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് നോക്കേണ്ടി വരും. എക്സാമ്പിൾ നമ്മുടെ 2 നമ്മൾ ആ ടേബിൾ നോക്കുമ്പോൾ അതിൽ മിനിമം സോർട്ട് ചെയ്തുകൊണ്ട് ഈസിയാണ് നോക്കാൻ. 4 ഏറ്റവും മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ 25 ആണ്. അപ്പൊ ഇത് ഇത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് ഡിഫറൻസ് ആണ്. അപ്പൊ അതിനെയാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, റേഞ്ച്. ദെൻ വേരിയൻസ്. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ, ഞാൻ മലയാളത്തിൽ പറയാം. അതായത് ഇത് ശരിക്കും ഒരു അരിത്തമെറ്റിക് മീൻ ആണ്. ശരിക്കും പറയും നമ്മളുടെ സമ്മേഷൻ x/n എന്നാണ് അരിത്തമെറ്റിക് മീൻ. ഇവിടെ എന്തായിരിക്കും വരിക എന്ന് വെച്ചാൽ വേരിയൻസ് എന്ന് പറയുമ്പോൾ ആ വാല്യൂസിന് ഇത് ഡീവിയേഷൻസ് ആണ് എടുക്കുന്നത്. അപ്പൊ ആ ഒബ്സർവേഷന് നമ്മളുടെ അരിത്തമെറ്റിക് മീനിലേക്കുള്ള ഡിഫറൻസിന്റെ സ്ക്വയേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ എങ്ങനെ, അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഒബ്സർവേഷൻസ് ആൻഡ് ഇറ്റ് സാമ്പിൾ മീൻ. ഈ സ്ക്വയേഴ്സ് ഇതിന്റെ ഓരോ ഒബ്സർവേഷനും അരിത്തമെറ്റിക് മീനിലേക്കുള്ള ഡിഫറൻസിന്റെ സ്ക്വയർ കാണാം, എന്നിട്ട് അതിന്റെ അരിത്തമെറ്റിക് മീൻ കാണുന്നതാണ് ശരിക്ക് വേരിയൻസ്. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകൂടി ഇക്വേഷൻ ആയിട്ട് പറയുമ്പോൾ x-x⁻² ഇവിടെ n-1 ആണ്. അതെന്താന്ന് വെച്ചാൽ ഇത് സാമ്പിൾ വേരിയൻസ് ആണ്. സാമ്പിൾ വേരിയൻസിൽ നമ്മൾ എടുക്കുക n-1 ആയിട്ടാണ് എടുക്കുക. സാമ്പിൾ വേരിയൻസ് ആണെങ്കിൽ n-1 ആയിരിക്കും വേരിയൻസ് കാണാൻ ഡിവൈഡ് ചെയ്യുക. ആൻഡ് പോപ്പുലേഷൻ വേരിയൻസ് ആണെങ്കിൽ ക്യാപിറ്റൽ N, ടോട്ടൽ വാല്യൂസ് n തന്നെയായിരിക്കും നമ്മൾ എടുക്കുക. അപ്പം മീൻ എന്ന് പറയുന്നത് നൊട്ടേഷൻ ശ്രദ്ധിക്കുക, ഇത് മ്യൂ ആണ്, ഇത് x⁻ ആണ്. സോ നമ്മൾ എങ്ങനെ കാണുന്ന വെച്ചാൽ അതിന്റെ സമ്മേഷൻ ഓരോ ഡീവിയേഷൻ ഓരോ പോയിന്റിൽ നിന്നും അരിത്തമെറ്റിക് മീനിലോട്ടുള്ള ഡിഫറൻസ് കണ്ട് അതിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മിനെ നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് n-1 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേരിയൻസ് കിട്ടും. ആ സെയിം പ്രോബ്ലത്തിന്റെ അതായത് എക്സാമ്പിൾ 2ന്റെ തന്നെ വേരിയൻസ് ആണ് ഇവിടെ കണ്ടിരിക്കുന്നത് 40.96. ഞാനിത് നമുക്ക് എക്സലിൽ വേഗം ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന വെച്ചാൽ അതിൽ വേഗം കിട്ടുന്നതാണ്. നമ്മൾ x തന്നിട്ടുണ്ട്, അതിൽ നിന്ന് x⁻ നമ്മൾ നേരത്തെ മീൻ കാണും. അപ്പൊ ഈ ഡിഫറൻസ് കാണാം, x-x⁻ കാണാം, അതിന്റെ സ്ക്വയർ കാണാം, ദെൻ സം കാണുന്നു, ദെൻ n-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഈ ആൻസർ. ഞാൻ അത്ര ഡീപ്ലിക്കേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വിചാരിച്ചു, ചെയ്യുന്നത് ഇത്രയാണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് ആ ഇക്വേഷൻ ഉണ്ട്, വേരിയൻസിന്റെ ഇക്വേഷൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇതും വളരെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പ്രെഡ് ഓർ ഒരു വാരിയബിലിറ്റി ഓഫ് ഡാറ്റ മെഷർ ചെയ്യുന്ന ഒരു ഇതാണ്. ഇത് മോസ്റ്റ് യൂസ്ഡ് മെഷർ ഫോർ ഫൈൻഡിങ് ദി സ്പ്രെഡ് ഓർ വാരിയബിലിറ്റി ഓഫ് ഡാറ്റ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ജസ്റ്റ് അതിന്റെ സ്ക്വയർ റൂട്ട് കാണാം. ഇതിന്റെ ആ സെയിം പ്രോബ്ലത്തിന്റെ സ്ക്വയർ റൂട്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി 5-point സമ്മറി ആൻഡ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആണ് അടുത്തത് പറയുന്നത്. 5-point സമ്മറി ഓർ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 5 പോയിന്റ് ഉണ്ട് നമ്മുടെ സമ്മറിയിൽ, ഒരു 5 പോയിന്റ് വെച്ച് ഇത് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട് പിന്നീട് ബോക്സ് പ്ലോട്ട് എന്നുള്ളതിലും. ഇത് അതിന്റെ ബോക്സ് പ്ലോട്ട് അതിന്റെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ്. ഇത് അതിന് ഇതായിട്ട് പറയാണ്. അപ്പൊ IQR, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് IQR. അപ്പൊ ഈ 5 പോയിന്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മിനിമം വാല്യൂ നമ്മൾ 5 പോയിന്റ് പറയണം. മിനിമം വാല്യൂ, ദെൻ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ 25%, നമ്മുടെ ഡാറ്റ സെറ്റിന്റെ 25% ഫസ്റ്റ് ക്വാർട്ടൈൽ ആൻഡ് 50% സെക്കൻഡ് ക്വാർട്ടൈൽ. ദാറ്റ്സ് എന്താണ്, മീഡിയൻ ആണ്. മീഡിയൻ ഞാൻ നേരത്തെ പറഞ്ഞ 50% അല്ലെ, 50%, അതായത് സെക്കൻഡ് ക്വാർട്ടൈൽ 50% വരും, അത് മീഡിയൻ. ആൻഡ് തേർഡ് ക്വാർട്ടൈൽ
നമ്മൾ എന്താ പറയുക, തേർഡ് ക്വാർട്ടൈൽ 75%, അതായത് Q3 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ മിനിമം Q1 25%, മീഡിയൻ 50%, then Q3 75%, തേർഡ് ക്വാർട്ടൈൽ. നമ്മൾ കാക്കൊല്ലം, അരക്കൊല്ലം, മുക്കാൽ കൊല്ലം എന്നൊക്കെ പറയില്ലേ, അതെ. അങ്ങനെ പിന്നെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. ഇതില് ഈ Q3യും Q1ഉം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് IQR എന്ന് പറയുന്നത്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മിനിമം മാക്സിമം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ Q3യും Q1ഉം ക്വാർട്ടൈൽസിൽ ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് IQR എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ആ സോർട്ട് ചെയ്ത എക്സാമ്പിളിൽ ആ ഡാറ്റയിൽ മിനിമം വാല്യൂ 4 ആയിരുന്നു. Q1 മീഡിയൻ നമ്മൾ ഓൾറെഡി 14 കണ്ടു, മാക്സിമം 25 ആയിരുന്നു. ഇനി Q1ഉം Q3 ആണ്. ഇവിടെ ഇവര് ചെയ്തിരിക്കുന്ന മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും Q1 കാണാൻ നമ്മൾ n+1/4 ആണ് Q1 കാണാനും, Q3 കാണാൻ n+1/4 into 3 അങ്ങനെയാണ് ചെയ്യാം. പക്ഷെ ഇവരിവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാല് ആ മീഡിയൻ ഓൾറെഡി കണ്ടില്ലേ, എന്നിട്ട് ആ ഡാറ്റേനെ അവർ സ്പ്ലിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഫസ്റ്റ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്ന മാതിരി ഫസ്റ്റ് 1 to 6 വരെ എടുത്തു, എന്നിട്ട് അതിന്റെ മിഡ് വാല്യൂ കണ്ടു, ആൻഡ് നെക്സ്റ്റ് 6 to ലാസ്റ്റ് 11 വരെ എടുത്തു, അതിന്റെ മിഡ് വാല്യൂ കണ്ടു, എന്നിട്ട് ഈ Q1 9.5ഉം Q3 18.5ഉം ഡിഫറൻസ് കണ്ടു. എനിക്ക് തോന്നുന്നു മനസ്സിലായി. ഞാൻ വീണ്ടും ബാക്ക് അടിക്കുമ്പോൾ സമയം പോണ്ടെന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ നോക്കും, Q3 ഇതില് അവര് 6 മീഡിയൻ വെച്ചിട്ട് ഇതിന്റെ മിഡ് വാല്യൂ ഉണ്ട്. അപ്പൊ 6 വരെ ഉള്ളാകുമ്പോൾ മിഡ് വാല്യൂ ആയിട്ട് വരുമ്പോൾ 3യും 4ന്റെയും മിഡ് ഇത് വരുമ്പോൾ 3യും 4 ആണ് മിഡ് പൊസിഷൻ വരിക. അപ്പൊ 9ഉം 10ന്റെ ആവറേജ് കണ്ടു. അതുമാതിരി ഇങ്ങോട്ടുള്ളതാകുമ്പോൾ 8ഉം 9ഉം വരും പൊസിഷൻ. അപ്പൊ 18th-ഉം 19th-ഉം കണ്ടു. നിങ്ങൾക്ക് ഇനി അതിന്റെ ആവറേജ് കണ്ടിട്ടാണ് അവർ ആ ഡിഫറൻസ് കണ്ടിരിക്കുന്നത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് n+1/4 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതിനെപ്പറ്റി ഇവിടെ പറയാത്തത് കൊണ്ട് ഞാൻ കാര്യമായിട്ട് പറഞ്ഞില്ല. നിങ്ങൾ MCA ഇതിലാവുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി ചെയ്യേണ്ട അത്ര ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അത് ജസ്റ്റ് n+1/4 പൊസിഷൻ കാണാം, എന്നിട്ട് ആ പൊസിഷനിലെ വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അത് കാണാം. Q3 ആവുന്ന സമയത്ത് ഇത് into 3 ചെയ്ത് 3 into n+1/4 ചെയ്യുക, ആ പൊസിഷനിലെ വാല്യൂ. ഓക്കെ, ആൻഡ് ഇത് വെച്ചിട്ട് ഈ IQR വെച്ചിട്ട് നമുക്ക് ഔട്ട്ലയേഴ്സ് കാണാം എന്നാണ് പറയുന്നത്. IQR വെച്ചിട്ട് ഔട്ട്ലയേഴ്സ് കാണുന്ന ഒരു ഇക്വേഷൻ, ലെസ് ദാനും ആൻഡ് മോർ ദാനും കാണാനുള്ള ഇക്വേഷൻസ് ആണിത്. Q1 minus 1.5 into IQR ആൻഡ് Q3 plus 1.5 into IQR. ചെറുത്, അതായത് ഡാറ്റ സെറ്റിന്റെ ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു സെറ്റ്, ഇവിടുന്ന് ഇതിനേക്കാൾ ചെറുതാണെങ്കിൽ അത് ഔട്ട്ലയേഴ്സ് ആണ് എടുക്കാം, ആൻഡ് ഇതിനേക്കാൾ വലുതാണെങ്കിൽ അതും ഔട്ട്ലയേഴ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അതായത് ഇതൊരു ഇന്റർവെല് ഫോം ചെയ്തിട്ട് തരികയാണ് നമുക്ക്. ഈ ഔട്ട്ലയേഴ്സ് വെച്ചിട്ട് ഇക്വേഷൻ വെച്ച് നമുക്കൊരു ഇന്റർവെൽ ഫോം ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇതേ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഇവിടെയും അവര് ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഇവിടെ അവർ IQR-നായിട്ട് 9 എടുത്തു, പക്ഷെ 1.5നെ അവർ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. സോ ഇവിടെയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ രണ്ടും തെറ്റിച്ചിരിക്കുന്നു. IQR അവർ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, അതൊന്ന് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.5നായിട്ട് അവർ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ 1.5നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം Q1 നിന്ന് മൈനസ് ചെയ്യാനും Q3നെ ആയിട്ട് ആഡ് ചെയ്യാനും. അപ്പൊ അത് നോക്കാം, എന്നിട്ടാണ് നമുക്ക് ഔട്ട്ലയേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ്സ് എ പ്രിന്റിംഗ് മിസ്റ്റേക്ക്. ഇനി അടുത്തത്, ഓക്കെ, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ പറയുന്നത്. മീൻ, മീഡിയൻ, മോഡ് ആൻഡ് സ്ക്യൂനെസ് ആൻഡ് കൊർട്ടോസിസ് ഉണ്ട്. അത് ഞാൻ ഒന്നും കൂടി ഇതിലെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒന്നുകൂടി കാണിക്കാം. ദെൻ അരിത്തമെറ്റിക് മീൻ, ഹാർമോണിക് മീൻ, അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും ഇത്രയാണ് മെയിൻ ആയിട്ട്. സെൻട്രൽ ടെൻഡൻസീസ് മെഷേഴ്സും സെൻട്രൽ ഡിസ്പേർഷൻ മെഷേഴ്സും ആണ് നമുക്ക് ഉള്ളത്. ഇനി എക്സ്പ്ലോറേറ്ററി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇത് ജോൺ ടർക്കി ആണ് നമുക്കിത് സജസ്റ്റ് ചെയ്തത്. ആൻഡ് ഇത് എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, ഡാറ്റനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അത് തന്നെയാണ് എക്സ്പ്ലോറേറ്ററി അനാലിസിസ്. ഒന്നും കൂടി ഡീപ്പായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ അതൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും എങ്ങനത്തൊക്കെ റിലേഷൻഷിപ്സ് നമുക്ക് ഡാറ്റയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കാം. അത് ഡാറ്റ അനാലിസിസിന് എത്രത്തോളം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ ഫൈനൽ അനാലിസിസിന്റെ മുമ്പ് നമ്മൾ ഒന്നും കൂടി നന്നായി എക്സ്പ്ലോർ ചെയ്യുന്നത് തന്നെയാണ് ഇത് പറയുന്നത്. ഓക്കെ, അതില് നമുക്ക് ഗ്രാഫ് യൂസ് ചെയ്യാം, പിന്നെ കുറച്ച്
കോമൺ മെത്തേഡ്സ് ഉണ്ട്. ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലോറേറ്ററി അനാലിസിസ് ചെയ്യാം. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് പറയാം. ഇപ്പം എക്സ്പ്ലോറേറ്ററി എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും കൂടി ഡീപ്പായിട്ട് നമ്മൾ അതിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഡാറ്റയുടെ ഉള്ളിൽ എങ്ങനെ നമ്മൾ ഏത് ടൂള് എങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യാവുന്ന ഒരു സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എക്സ്പ്ലോറേറ്ററി അനാലിസിസിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഡാറ്റാസ് അനാലിസിസിൽ കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വാരിയബിൾസ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അവിടുന്ന് ഡാറ്റ ക്ലീൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് ട്രാൻസ്ഫർ ഇതൊക്കെ ചെയ്തിട്ടാട്ടോ വരുന്നത്. ഇനി ഇവിടെ ഈ എക്സ്പ്ലോറേറ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കാറ്റഗറി വൈസ് ആണ് ഇതൊക്കെ അതിൽ പെട്ടു. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു സെക്ഷൻ ഫുൾ നമ്മൾ ഇതിൽ പെട്ടുപോയി, എക്സ്പ്ലോറേറ്ററിയിൽ പെട്ടുപോകും. ഫ്രീക്വൻസി ടേബിൾ കാറ്റഗറി വൈസ് ആകുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ബാർ ചാർട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്വാളിറ്റേറ്റീവ്, അതായത് കാറ്റഗറിക്കൽ ഡാറ്റ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഇനിയിപ്പോ അത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ നമ്മുടെ ഡാറ്റ എന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആണെങ്കിൽ അതിന് ബാലൻസ്ഡ് ഒക്കെ റയർ കേസാണ് വരിക. അപ്പൊ നമുക്ക് വരത്തതൊക്കെ നമുക്ക് എന്തെന്ന് മനസ്സിലായി, ഇത് ഗ്രാഫ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരേപോലെയാണോ, ചിലത് മുകളിലോട്ടും താഴോട്ടും വരുന്നു. അപ്പൊ അത് എങ്ങനെ നമുക്ക് അതിന് ഒരു ഫോം ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കാൻ ഈ ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്ക്യൂനെസ്, കുർട്ടോസിസ്. ഈ കുർട്ടോസിസ് എന്നുള്ളത് പീക്നെസ് ബേസ്ഡ് ഓൺ ദി മൂഡ്. നമ്മളുടെ ഗ്രാഫ് കാണിച്ചിരുന്നില്ലേ, ആ ഗ്രാഫില് കുർട്ടോസിസ് നമ്മള് ഗ്രാഫില് ഹയസ്റ്റ് ഈ ഗ്രാഫ് നമ്മള് പീക്ക് ഇതാണ് ഈ ഗ്രാഫിന്റെ പീക്ക് വാല്യൂ ഉണ്ടാകുക. ഇത് ഹൈ പീക്കിലോട്ട് പോവാണെങ്കിൽ നമ്മൾ അത് കുർട്ടോസിസ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, ഫ്ലാറ്റ്, ഇങ്ങനെ മൂന്ന്. ഇപ്പൊ മെസോ സ്ക്യൂനെസ് പറഞ്ഞ മാതിരി കുർട്ടോസിസും പീക്ക് കൂടുന്നതും കുറയുന്നതും വെച്ച് നമുക്ക് പ്ലാറ്റി കർട്ടിക്, മെസോ കർട്ടിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതില് ജസ്റ്റ് നിങ്ങൾക്ക് കുർട്ടോസിസ് എന്നുള്ള ഒരു ടേം മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് കുർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീക്കാണ്, കർവിന്റെ പീക്കിനെയാണ്, പീക്ക് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യുന്നതിനാണ് അത് പറയുന്നത്. ഓക്കെ, സ്ക്യൂനെസ് എന്ന് പറയുന്നത് സിമ്മട്രി ആയിരുന്നു ഗ്രാഫിന്റെ, ഇത് പീക്ക് വെച്ചിട്ടാണ് പറയുന്നത്. പീക്ക്നെസ് ബേസ്ഡ് ഓൺ ദി മോഡ് വരുമ്പോൾ അതിങ്ങനെ പീക്ക് കൂടിയിട്ടും കുറഞ്ഞിട്ടും വരുന്നുണ്ട്. അതാണ് കുർട്ടോസിസ് പറയുന്നത്. ആൻഡ് യൂസ് ഹിസ്റ്റോഗ്രാം ടു ഒബ്സർവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഡാറ്റയുടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും. ദെൻ അതിന് ഒരു യൂണിവേരിയറ്റ് ബൈവേരിയറ്റ് അനാലിസിസിലോട്ട് കടക്കാൻ പറ്റും. അതായത് അതിലിപ്പോ നമ്മൾ ആകെ ഒരു ഒറ്റ വാല്യൂവിനെ മാത്രമാണ് നമ്മൾ എക്സ് എന്ന ഒറ്റ വേരിയബിളിനെ മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അത് യൂണിവേരിയറ്റ് അനാലിസിസിലോട്ട് പോകും. പിന്നെ ബൈവേരിയറ്റ് അനാലിസിസ് ആകുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് റിലേഷൻ നമുക്ക് നോക്കേണ്ടി വരും. ഇപ്പം നമ്മളുടെ ബോയ്സിൽ തന്നെ ചിലപ്പോൾ നമ്മൾ മാർക്ക് നോക്കുക, ഗേൾസിൽ തന്നെ മാർക്ക് നോക്കുക. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ബൈവേരിയറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ട് വേരിയബിൾ അറ്റ് എ ടൈം. അതാണ് ക്രിയേറ്റ് 2-way ടേബിൾസ്. നമുക്ക് 2x2 ക്ലോസ് ടേബിൾ ഒക്കെ ചെയ്യേണ്ടി വരും. കാറ്റഗറിക്കൽ വേരിയബിൾസിലാണ് അത് കൂടുതൽ വരിക. ആൻഡ് ഇതിന് നമുക്ക് ചാർട്ടൊക്കെ, അതിന് വേറെ ചാർട്ടും അതും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അടുത്തത് ഇനി പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് കൈ-സ്ക്വയർ ടെസ്റ്റ്, ചെക്ക് സിഗ്നിഫിക്കന്റ് അസോസിയേഷൻ ബിറ്റ്വീൻ. അതായത് നമ്മൾ പറഞ്ഞു വാരിയബിൾസ് കൂടുതൽ വരുമ്പോൾ നമുക്ക് അതിൽ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് കൈ-സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോക്സ് പ്ലോട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞു IQR ബോക്സ് പ്ലോട്ട് ഉണ്ടാക്കാം. അത് ഇനി വരുന്നുണ്ട്, അപ്പൊ ഒന്നും കൂടി പറയാം. ബോക്സ് പ്ലോട്ട് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. സ്കാറ്റർ പ്ലോട്ട് വെച്ചിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്യാം. പിന്നെ അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമുക്ക് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാം. അതായത് എക്സ്പ്ലോറേറ്ററിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള വേരിയബിൾസിന്റെ ഉള്ളത് നമ്മൾ ഒന്നും കൂടി അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ, അത് ഗ്രാഫിലൂടെ ആവാം നമ്മൾ നോക്കുന്ന ടെസ്റ്റിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിലൂടെയാണ് നോക്കുന്നുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുന്നതാണ് ചെയ്യുന്നത്. ഇതാണ് ബൈവേരിയറ്റ്. ഇനി മൾട്ടിവേരിയറ്റ് ഉണ്ട്. മൾട്ടിവേരിയറ്റ് ആകുമ്പോൾ കുറെ ഡാറ്റ, കുറെ കാറ്റഗറീസും എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒബ്സർവേഷൻ കുറെ ഫാക്ടേഴ്സ് നമ്മളുടെ അനാലിസിസിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് അതിന് മൾട്ടിവേരിയറ്റ്, യൂണിവേരിയറ്റ്, ബൈവേരിയറ്റ്, മൾട്ടിവേരിയറ്റ് എന്ന് പറയുന്നത്.
ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ വാരിയബിൾസിന്റെ അതാണ് എക്സാക്ട് വേർഡ്, വാരിയബിൾസ്, മൾട്ടിപ്പിൾ വാരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് നമുക്ക് ഇതിൽ ഇത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് മൾട്ടിവേരിയറ്റ് അനാലിസിസിൽ വരുന്നത്. അതിൽ വളരെ ഫേമസ് ആയതാണ് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്, ഫീച്ചർ എക്സ്ട്രാക്ഷൻ, പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്. ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ചെയ്യണം. അതായത് ഇത്രയും ഡാറ്റയും ഇത്രയും കാറ്റഗറീസും ഇത്രയും ഇത് വരുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ അതിൽ ചില ഫാക്ടേഴ്സ് ഈക്വൽ ആണ് വേറൊരു വാരിയബിൾ ഓക്കെ, ചില വാരിയബിൾ വേറൊരു വാരിയബിളിന് ഈക്വൽ ആണ്, നമുക്കത് ഒഴിവാക്കാം. അത് ഏത് ഒഴിവാക്കണം എന്ന് കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഈ റിഡക്ഷൻ, നമുക്ക് ഡയമെൻഷൻ റിഡക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് അത്രയും ബിഗ് ഡാറ്റയാണ് നമുക്കിപ്പോ അത് സിമ്പിൾ ആയിട്ട് ഒരു മെട്രിക്സിന്റെ ഫോമിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു 3x3 മെട്രിക്സ് ആണ്, സിമ്പിൾ ആയിട്ട് പറയുന്നത് 3x3 മെട്രിക്സ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ നമുക്കൊരു 3x3 മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ നമുക്ക് 3x2 ആക്കാനൊക്കെ നമുക്ക് ആ റിഡക്ഷൻ, ആ ഒരു കോളത്തിനെ നമുക്ക് കളഞ്ഞ് നമുക്ക് ബാക്കി രണ്ടെണ്ണത്തിന് വെച്ച് സ്യൂട്ടബിൾ ആയ ആ രണ്ടെണ്ണം സെലക്ട് ചെയ്യണം. അതൊക്കെയാണ് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ദെൻ പെർഫോം ക്ലസ്റ്ററിംഗ് ടു ഐഡന്റിഫൈ, നമുക്ക് ക്ലസ്റ്ററിംഗ് ചെയ്യാൻ, അതായത് ഓരോ സബ് ഗ്രൂപ്പ്സ് ആക്കാൻ നമുക്ക് ഇതാക്കണം. ഇതൊക്കെ മൾട്ടിവേരിയറ്റിൽ വരുമ്പോഴാണ്, അത്രയും ഡാറ്റ മൾട്ടിവേരിയറ്റ് വരുമ്പോൾ അത്രയും വാരിയബിൾസ് ഉണ്ട് നിങ്ങളുടെ, കുറേ വാരിയബിൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ ക്ലസ്റ്ററിങ് ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാൻ. ആൻഡ് അതിനും നമുക്ക് സെപ്പറേറ്റ് കോംപ്ലക്സ് ഡാറ്റ ഇത് ചെയ്യാൻ നമുക്ക് ബബിൾ ചാർട്ട്, ഗ്രാഫിക്കൽ ടൂൾസ് ഉണ്ട്. ബെറ്റർ വിഷ്വലൈസ് ചെയ്യാൻ, കോംപ്ലക്സ് ഡാറ്റ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് ഗ്രാഫിക്കൽ ടൂൾസ് യൂസ് ചെയ്യാം. ഇത് മൾട്ടിവേരിയറ്റിന്റെ കേസാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ EDA വെച്ചിട്ട്, അതായത് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ഡാറ്റ സെറ്റിൽ ധാരാളം വാരിയബിൾസ് ഉണ്ടായിരിക്കും, ആ വാരിയബിൾസിന്റെ റിലേഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ പാറ്റേൺ എങ്ങനെ ഫോളോ ചെയ്യുന്നു അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഗ്രാഫിലൂടെ. ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. പക്ഷെ ബട്ട് ഡസ് നോട്ട് കൺഫേം അത്, അതായത് നമുക്കത് ഉറപ്പിച്ച് പറയാൻ ഈ അടുത്ത മെത്തേഡ് കിടക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇത് അനലൈസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് എത്തിയിട്ടുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് കഴിഞ്ഞ് എക്സ്പ്ലോറേറ്ററിയിൽ നമ്മൾ അത്ര എത്തിയിട്ടേ ഉള്ളൂ. നമുക്കത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഐഡിയ കിട്ടുന്നുണ്ട്, ഓ ഇത് ഇങ്ങനെ ആവാം, ഗ്രാഫിൽ ഇങ്ങനെ വരുന്നുണ്ട്, സോ ദർ ഇസ് എ ചാൻസ്. ഓക്കെ, ദെൻ കാഷ്വൽ റിലേഷൻഷിപ്പ് മസ്റ്റ് ബി സെപ്പറേറ്റ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അടുത്ത, അതായത് നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് ടെസ്റ്റ് ആണ്, ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും ഈ EDA ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു ഡാറ്റയിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ വെച്ച് കണ്ടു, അതിനെ സമ്മറൈസ് ചെയ്തിട്ടൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലോറേറ്ററിയിൽ ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഐഡിയ കിട്ടും. അതാണ് മെയിൻ ഗുണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് എങ്ങനെ ചെയ്യണം, ഇൻഫറൻഷ്യൽ എങ്ങനെ ചെയ്യണം എന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സാമ്പിൾ ഡാറ്റ ഫിഗർ 6 നമ്മൾ നേരത്തെ കണ്ട ഹൈറ്റും ജെൻഡറും തമ്മിലുള്ള ഡാറ്റ ഉണ്ടായിരുന്നു. ആ ഡാറ്റയിൽ നമ്മൾ നോക്കുകയാണ്, എക്സ്പ്ലോർ ചെയ്യണം ഈ ഡാറ്റയിൽ എന്താണ് ഹൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ജെൻഡറും ഹൈറ്റും തമ്മിലും വല്ല റിലേഷനും ഉണ്ടോ എന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി അതിനെ നെക്സ്റ്റ് EDA ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ EDAയിൽ ഈ ഡാറ്റ ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ എന്ന് പറഞ്ഞ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ബോക്സ് പ്ലോട്ട് വെച്ചിട്ട് ഏത് വേണമെങ്കിലും ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. നമുക്ക് ബോക്സ് പ്ലോട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഐഡിയ കിട്ടും, നമുക്ക് മെയിൽ ഫീമെയിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അതാണ് അടുത്തത്. ഇതാണ് ബോക്സ് പ്ലോട്ട്. ബോക്സ് പ്ലോട്ട് അടുത്ത് നിങ്ങൾക്ക് യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ബോക്സ് പ്ലോട്ട് ഇങ്ങനെ ബോക്സ് റെപ്രസെന്റേഷൻ ആണ്. ഇത് എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്, ആവറേജ് മീഡിയൻ വാല്യൂ ആണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുക. ഈ രണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ IQR കണ്ടില്ലേ, IQR ആണ് ഈ Q1, ഇത് Q1 ഇത്, Q2 ഇത്, Q3 ഇത്, ദെൻ ഇത് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ, ഇത് മാക്സിമം വാല്യൂ, ഇത് മിനിമം വാല്യൂ. അപ്പൊ ഇതാണ് ഒരു ബോക്സ് പ്ലോട്ട് ആണിത്. ഇത് ഹൈറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ജെൻഡർ. അപ്പൊ ഇവിടെ ഫീമെയിലിന്റെ നമ്മൾ ഇവിടെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നു, മെയിലിന്റെ ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ ദർ ഇസ് എൻ ഔട്ട്ലയർ. കണ്ടോ, ഇവിടെ ഒരു ഔട്ട്ലയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അത് ഈ ഡാറ്റയിൽ പെടുന്നില്ല, അതുകൊണ്ടാണ് അത് ഇങ്ങനെ കിടക്കുന്നത്. ഇതിൽ നമ്മൾ മീനും ജെൻഡറും ഹൈറ്റും നമ്മൾ ഡിഫറൻസ് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ നോക്കുമ്പോൾ നമുക്കിവിടെ കാണുന്നത് എന്താ, മെയിലിന് ഹൈറ്റ് കൂടുതലാണ്. കണ്ടോ, ആവറേജ് വാല്യൂ മുകളിലാണ് നിൽക്കുന്നത്,
175ന്റെ അടുത്ത്. 165ന്റെ മുകളിലാണ് നമ്മുടെ ആവറേജ് ഹൈറ്റ് ഓഫ് ഫീമെയിലും ആണ്. സോ ഇതില് ആവറേജ് ഹൈറ്റ് ഓഫ് മെയിൽ സ്റ്റുഡൻസ് ഈസ് മോർ ദാൻ ദ ഫീമെയിൽ സ്റ്റുഡന്റ് എന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തുന്നത്. അല്ല അത് ആണോ ശരിയാണോ നമ്മൾ അപ്പോഴും കഴിയില്ല. നമുക്കൊരു അങ്ങനെ ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എക്സാക്ട് EDAയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഐഡിയ കിട്ടും. ഇതിൽ ഔട്ട്ലയർ ഉണ്ട്, ഇതില് ഇങ്ങനെയാണ് ഇതിന്റെ വാല്യൂ, ഈ ബോക്സ് പ്ലോട്ട് ആക്ച്വലി കറക്റ്റ് അല്ല, സോ ദർ ഇസ് സം പ്രോബ്ലം ഇൻ ഡാറ്റ. അതൊക്കെ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് നോക്കാം. അപ്പൊ ഇതില് ഏജ് കാറ്റഗറി നമ്മൾ സ്റ്റുഡന്റ് ഇതില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യാവുന്നതിൽ നമ്മൾ 2 അനാലിസിസ് പഠിച്ചു. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും എക്സ്പ്ലോറേറ്ററി അനാലിസിസും പഠിച്ചു കഴിഞ്ഞു. ഇനി 2 കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഏജ് കാറ്റഗറി ഇതില് ഫസ്റ്റ് തുടക്കത്തിൽ പറയുന്ന ഏജ് കാറ്റഗറി ഓഫ് സ്റ്റുഡന്റ് ഈസ് എ കാറ്റഗറിക്കൽ ഡാറ്റ. വാട്ട് ഇൻഫർമേഷൻ വുഡ് യു ലൈക്ക് ടു ഷോ ഫോർ ഇറ്റ്സ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്? എന്താ കാറ്റഗറിയാണ്. കാറ്റഗറി ഡാറ്റ ആകുമ്പോൾ നമുക്ക് അതിന് ഫ്രീക്വൻസി ടേബിളും പിന്നെ ഗ്രാഫ് ഒക്കെയാണ് നമുക്ക് പൈ ചാർട്ടോ ബാർ ചാർട്ടോ ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡ് എന്തായിരുന്നു, ഏജ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആണെങ്കിൽ ഹൗ വിൽ യു ഡിസ്ക്രൈബ് ഇറ്റ്സ് ഡാറ്റ? ഏജ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മീൻ, മീഡിയൻ, മോഡ്, സ്ക്യൂനെസ്, കർട്ടേഴ്സിസ് എല്ലാം നമുക്ക് കാണാം. ക്വാണ്ടിറ്റേറ്റീവ് വാല്യുമ്പോൾ നമുക്ക് എല്ലാം നമുക്ക് കാണാം. ഓഫ് കോഴ്സ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കാൻ സാധിക്കും, എല്ലാം നമുക്ക് അവിടെ കൊടുക്കാം. പിന്നെ ലെഫ്റ്റ് സ്ക്യൂഡ് ആണോ? ഹൗ ക്യാൻ യു ഫൈൻഡ് ദാറ്റ് ഗിവൺ ഡാറ്റ ഇസ് ലെഫ്റ്റ് സ്ക്യൂഡ്? ലെഫ്റ്റ് സ്ക്യൂഡ് ആണെങ്കിൽ നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ, ലെഫ്റ്റിലോട്ടായിരിക്കും ടെയിൽ കൂടുതൽ ഉണ്ടാവുക, റൈറ്റ് സൈഡിലാണ് പീക്ക് മോഡ് വരുന്നത്. അപ്പൊ നമ്മുടെ മോഡിനേക്കാൾ താഴെയായിരിക്കും മീനും മീഡിയനും വരുന്നത്. സോ മീൻ ലെസ് ദാൻ മീഡിയൻ ആയിരിക്കും. Okay, what is IQR? Can it be used to find outliers? Of course, IQR എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഔട്ട്ലയേഴ്സ് കണ്ടുപിടിക്കാൻ IQR യൂസ് ചെയ്യാം. ശരി, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി 2 മെത്തേഡ്സും കൺക്ലൂഷനും കൂടി ഉൾക്കൊള്ളിക്കാം. താങ്ക് യു.